വെൽക്കം ടു എ ന്യൂ ഡേ എ ന്യൂ വീഡിയോ. ആസ് യൂഷ്വൽ ബാഗും എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് ടുവേർഡ്സ് ദ സ്റ്റുഡിയോ. നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട് മെയിൻ ചാനലിലേക്ക്. ഓപ്പൺ സിം. സോ 7 കൊല്ലത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ തരുമെന്ന് കമ്പനികൾ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എ വെരി ഗുഡ് തിങ്. കുറേ ആൾക്കാർ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പുറകിലും കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ അറിയേണ്ടത്. ബിക്കോസ് കമ്പനീസ് ആർ നോട്ട് ഹിയർ ടു do charity, they are here to make profit. So Pixel 8 Pro ലോഞ്ച് ആയ സമയത്താണ് ഈ 7 years of OS അപ്ഡേറ്റ് എന്ന് പറഞ്ഞ കാര്യം കൊണ്ടുവന്നത്. ആ കാര്യം സ്ക്രീനിൽ എഴുതി കാണിച്ചപ്പോൾ തന്നെ ആൾക്കാർ അമ്പും ഇത്രയും കിടിലൻ സംഭവം വേറെ എങ്ങുമില്ല എന്ന് പറഞ്ഞു തുടങ്ങി. കാരണം ഒരു സ്മാർട്ട് ഫോണിന് 7 കൊല്ലത്തെ അപ്ഡേറ്റും സപ്പോർട്ടും കൊടുക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഔട്ട് ഓഫ് മൈൻഡ് അല്ലേ. അതിൻ്റെ പിന്നാലെ ഇവൻ ഇറങ്ങിയപ്പോൾ നമ്മുടെ S24 സീരീസ് ഇറങ്ങിയപ്പോൾ സാംസങ്ങും പറഞ്ഞു തുടങ്ങി ഞങ്ങളും 7 കൊല്ലത്തെ OS അപ്ഡേറ്റും സെക്യൂരിറ്റി അപ്ഡേറ്റും തന്നു തുടങ്ങും. പക്ഷേ ആപ്പിൾ ഇപ്പോഴും 5 കൊല്ലത്തെ ഒരു സോഫ്റ്റ്വെയർ സപ്പോർട്ടാണ് തരുന്നത്. എന്തുകൊണ്ട് ആൾക്കാർ 7 years ഓഫ് അപ്ഡേറ്റ് കണ്ടപ്പോൾ തന്നെ കൈ അടിച്ചത് എന്ന് വെച്ചാൽ അവരുടെ മനസ്സിലൊരു വിശ്വാസത വരുന്നുണ്ട്. അതായത് കമ്പനി തന്നെ പറയുന്നു 7 കൊല്ലത്തേക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും പൈസ മുടക്കി മേടിക്കുവാണെങ്കിൽ അടുത്ത 7 കൊല്ലത്തേക്ക് എനിക്ക് മനസമാധാനമായിട്ട് ഫോൺ യൂസ് ചെയ്യാം. ഈവൻ 2 കൊല്ലത്തിന് ശേഷം ഞാൻ എൻ്റെ ഫോൺ റീസെയിൽ ചെയ്യുവാണെങ്കിൽ പോലും നല്ലൊരു റീസെയിൽ വാല്യൂ കിട്ടും. കാരണം ഇനി ഉപയോഗിക്കാൻ പോകുന്ന ആൾക്ക് ഇനിയും 5 കൊല്ലത്തെ സപ്പോർട്ട് എന്തായാലും കിട്ടുന്നുണ്ട്. ഈ ഒരു ചിന്ത ഇത് തന്നെയാണ് കമ്പനീസ് നിങ്ങളുടെ അടുത്ത് നിന്ന് വേണ്ടത്. എന്നാൽ ഞാൻ ഇതിനെപ്പറ്റി വേറൊരു പെർസ്പെക്റ്റീവ് തരാം. ഈ സയന്റിഫിക് കമ്മ്യൂണിറ്റിയിൽ ഒരു വാക്കുണ്ട്, പ്ലാൻഡ് ഒബ്സൊലസൻസ്. ഈ ഒരു അനൗൺസ്മെന്റ് വന്ന സമയത്ത് 2 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായി. ഒരു ഗ്രൂപ്പ് ഭയങ്കര ഹാപ്പി ആയിരുന്നു 7 years ഓഫ് അപ്ഡേറ്റ്സ് അനൗൺസ് ചെയ്ത സമയത്ത്. പക്ഷേ മറ്റേ സൈഡിലുള്ള ഗ്രൂപ്പ് 7 yearsന്റെ അപ്ഡേറ്റ്സിന്റെ ഒക്കെ ആവശ്യമുണ്ടോ, ഇതൊക്കെ വെറും ഗിമിക്കാണ് എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നവരുണ്ട്. 5-6 കൊല്ലം മുന്നേയൊക്കെ ഐഫോണുകൾ 5 വർഷത്തെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് തരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ആൻഡ്രോയിഡ് ഫോണുകളൊക്കെ കൂടിപ്പോയ 2 കൊല്ലത്തെ OS അപ്ഡേറ്റുകൾ തരും, അതും വല്ലപ്പോഴും. അതുകൊണ്ട് തന്നെ ഐഫോണിന് നല്ല ഒരു വാല്യൂ ഉണ്ടായി. കാരണം ഇപ്പം ഇറങ്ങിയ ഐഫോൺ മേടിച്ചാലും 2 കൊല്ലം മുന്നേ ഇറങ്ങിയ ഐഫോൺ മേടിച്ചാലും എനിക്ക് സോഫ്റ്റ്വെയർ കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ആൾക്കാർ മേടിക്കുന്നുണ്ട്. ആ ഒരു കാര്യം കീപ്പ് ചെയ്ത് പോകും. പക്ഷെ കാര്യങ്ങൾ മാറിയത് സാംസങ് അവരുടെ S22 സീരീസ് ഇറക്കിയപ്പോൾ. S22 സീരീസ് ഇറക്കിയപ്പോൾ സാംസങ് എന്ത് ചെയ്തു? സാംസങ് പറഞ്ഞു ഞങ്ങൾ 5 കൊല്ലത്തെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് തരുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ആൻഡ്രോയിഡ് ഇറക്കുന്ന നമ്മുടെ ഗൂഗിൾ പറഞ്ഞത് 3 കൊല്ലത്തെ ഒരു OS അപ്ഡേറ്റ് ഞാൻ എന്തായാലും തരാം, പക്ഷേ 5 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യും. നിങ്ങൾ ഒരു ഗൂഗിൾ പിക്സൽ ഫോൺ യൂസർ ആണെങ്കിൽ നിങ്ങളുടെ ഫോണിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും അതിന്റെ സർവീസിനെ പറ്റി. പിക്സൽ ഫോണുകൾക്ക് സർവീസ് കിട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സർവീസ് സെന്റേഴ്സ് വളരെ കുറവാണെങ്കിൽ തന്നെ പാർട്സ് അവൈലബിലിറ്റി അങ്ങനെ കുറേ അധികം പ്രശ്നങ്ങളുണ്ട്. സോ ഒരു സ്മാർട്ട് ഫോണിന് 5 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊടുക്കുക അല്ലെങ്കിൽ 7 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊടുക്കുക എന്നൊരു ബ്രാൻഡ് പറയുവാണെങ്കിൽ 7 കൊല്ലത്തേക്ക്, അതായത് ഒരു 6 കൊല്ലത്തിന് ശേഷവും ആ പെർട്ടിക്കുലർ സ്മാർട്ട് ഫോണിന്റെ പാർട്സ് അവൈലബിൾ ആയിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ബാംഗ്ലൂരിൽ ഈ അടുത്തായിട്ട് ചൂട് നല്ലപോലെ കൂടിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയാൽ പോലും വെയിൽ കൊള്ളുമ്പോൾ കാലൊക്കെ പൊള്ളുക. ഓക്കെ, അപ്പോൾ ആ കാര്യം ചിന്തിച്ചില്ലേ? 7 കൊല്ലത്തേക്ക് ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് തരുവാണെങ്കിൽ ആ ഒരു 7 കൊല്ലത്തിൻ്റെ ഇടയിൽ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുത്താൽ പാർട്ടുകൾ അവൈലബിൾ ആയിരിക്കുമോ? കാരണം ആ 7 കൊല്ലത്തിൽ 7 മോഡലുകൾ വേറെ ഇറങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് 7 കൊല്ലം മുന്നേയുള്ള പാർട്ടുകൾ ഇവർ വെക്കുമോ? ഇനി രണ്ടാമത്തെ കാര്യം, സാംസങ്ങിൻ്റെ ഇക്കൊല്ലത്തെ S24 സീരീസ് ഇറക്കിയതിൽ ഏറ്റവും വലിയ ഫീച്ചർ എന്തായിരുന്നു? ഗാലക്സി AI. ആൻഡ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഗാലക്സി AI എന്ന് പറയുന്നത് ഇതൊരു ഹാർഡ്വെയർ ഫീച്ചർ അല്ല, മറിച്ച് ഇതൊരു സോഫ്റ്റ്വെയർ ഫീച്ചർ ആണെന്നും അതുകൊണ്ടാണ് S23 സീരീസുകൾക്കും വൈകാതെ തന്നെ ഗാലക്സി എയുടെ സാധനങ്ങൾ അപ്ഡേറ്റ് വഴി പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞത്. ഓൾമോസ്റ്റ് സ്മാർട്ട് ഫോൺസ് എല്ലാം അവരുടെ ഹാർഡ്വെയറിൻ്റെ പീക്ക് എത്തിക്കഴിഞ്ഞു. സോ ഇനി അവർക്ക് കളിക്കാൻ പറ്റുന്ന ഒരേ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ. അപ്പോൾ അടുത്ത 7 കൊല്ലത്തേക്ക് ഇവരൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പ്രോമിസ് ചെയ്യുന്നുണ്ടെങ്കിൽ S25 സീരീസ് ഇറങ്ങിയെന്ന് വിചാരിക്കും. S25 സീരീസ് ഇറങ്ങുമ്പോൾ എന്തിന് ആൾക്കാർ S25 സീരീസ് മേടിക്കണം? S24 മേടിച്ചാൽ പോരെ. കാരണം എന്തായാലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടും. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി S25 വരുന്ന ഫീച്ചേഴ്സ് എല്ലാം എനിക്കും കിട്ടും. S26 ഇറങ്ങുമ്പോൾ എന്തിന് ആൾക്കാർ S25 മേടിക്കണം, 26 മേടിക്കണം, S24 വാങ്ങിച്ചാൽ പോരെ. അപ്പോഴും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി കിട്ടില്ലേ. അടുത്ത 7 കൊല്ലത്തേക്ക് ഞാൻ ഈ ഫോൺ മാറ്റേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഐ ഹാവ് ദി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അഷ്വറൻസ്. ഇവിടെയാണ് നിങ്ങൾക്കൊരു പ്രശ്നം പറ്റിയത്. നിങ്ങൾക്ക് 7 കൊല്ലത്തിൽ കിട്ടാൻ പോകുന്ന മേജർ OS അപ്ഡേറ്റുകളിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് I think will not be equal to ആ ഒരു വർഷം ഇറങ്ങുന്ന മോഡൽസിൻ്റെ ഫീച്ചേഴ്സ്. അതായത് എല്ലാ കൊല്ലവും ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങുന്ന സമയത്ത് ആ ഒരു സ്മാർട്ട് ഫോണിൽ ഉണ്ടാകുന്ന ഫീച്ചേഴ്സ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി മറ്റ് ഫോണുകൾക്ക് അപ്പോൾ തന്നെ കിട്ടില്ല. കിട്ടുവാണെങ്കിൽ തന്നെ ഇപ്പോൾ പ്രോ മോഡൽസിൽ കിട്ടുന്ന അതേ ഫീച്ചേഴ്സ് ഒന്നും നോൺ പ്രോ മോഡൽസിൽ കിട്ടില്ല. സെയിം ആൻഡ്രോയിഡ് വെർഷനിൽ തന്നെ ഒരു ഫോണിൽ കിട്ടുന്ന ഫീച്ചേഴ്സ് വേറെ ഫോണിൽ കിട്ടില്ല. എന്നിങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ മാത്രമേ കമ്പനീസിന് പ്രോഫിറ്റബിൾ ആയിട്ട് പുതിയ സ്മാർട്ട് ഫോൺസ് വിൽക്കാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് സെക്കൻഡ് തിങ് ഈസ്, ഞാൻ ആദ്യം പറഞ്ഞ പ്ലാൻഡ് ഒബ്സൊലസൻസ്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആപ്പിളിന് ഒരു പണി
കിട്ടിയായിരുന്നു. അതായത് ആപ്പിൾ അവരുടെ പഴയ സ്മാർട്ട് ഫോൺസ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊടുത്ത് സ്ലോ ആക്കിയെന്നും അതൊരു വലിയ പ്രശ്നമായിട്ട് ആൾക്കാർക്ക് റീഫണ്ടൊക്കെ കിട്ടിയെന്ന്. യെസ്, ദാറ്റ് ഈസ് പ്ലാൻഡ് ഒബ്സൊലസൻസ്. 7 കൊല്ലത്തേക്കൊക്കെ ഒരാളൊരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ എങ്ങനെ കമ്പനീസ് സർവൈവ് ചെയ്യും? അതുകൊണ്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ എനിക്കിപ്പോൾ കറൻ്റ്ലി ഉള്ളൊരു അനുഭവം ഞാൻ പറഞ്ഞു. ഇത് S23 Ultra, ഇത് S24+. സോ എന്തായാലും നമ്മൾക്കറിയാം ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ലാസ്റ്റ് ഇയറിൻ്റെ ഫ്ലാഗ്ഷിപ്പാണ്. ആൻഡ് ഇതിനകത്തുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 2 പെർഫോമൻസിൻ്റെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഇതിനകത്തുള്ളത് Exynos 2400 പ്രോസറാണ്. പക്ഷേ ഈ രണ്ട് സ്മാർട്ട് ഫോൺസിലുള്ള ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിനകത്ത് One UI 6ഉം ഇതിനകത്ത് One UI 6.1ഉമാണ്. ആൻഡ് S23 Ultrയ്ക്ക് കിട്ടുന്ന ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റിലാണ് ഇതിരിക്കുന്നത്. ഇതിൻ്റെയും ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ രണ്ട് സ്മാർട്ട് ഫോൺസ് ഞാൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടി സ്മൂത്തറും കുറച്ചുകൂടി ഫാസ്റ്ററും ലാഗ് കുറവായിട്ട് തോന്നുന്നത് എനിക്ക് S24+ ആണ്. ഇത്രയും നാൾ വരെയും S24 ഇറങ്ങുന്നതിന് മുന്നേ വരെയും യാതൊരു പ്രശ്നവുമില്ലാതെ പറന്നുകൊണ്ടിരുന്ന സ്മാർട്ട് ഫോൺ S24 സീരീസ് ഇറങ്ങിയതിന് ശേഷം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ലാഗുകൾ. കീബോർഡ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് വൈബ്രേഷൻ വരുന്ന സ്ഥലത്ത് ലാഗ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആപ്പ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ലാഗ്, അല്ലെങ്കിൽ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ലാഗ്, ആപ്പ് സ്റ്റക്ക് ആവുന്നു, ക്യാമറ പെർഫോമൻസിൽ ഡീഗ്രഡേഷൻ തോന്നുന്നുണ്ട്. സോ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതൊരു കോയിൻസിഡൻസ് ആയിരിക്കും. അതായത് പുതിയ സ്മാർട്ട് ഫോൺസ് മേടിക്കാനായിട്ട് പുതിയ സ്മാർട്ട് ഫോൺസിനെ പഴയ സ്മാർട്ട് ഫോൺസിൽ നിന്നും കുറച്ചുകൂടി സുപ്പീരിയർ ആയിട്ട് കാണിക്കണം. സുപ്പീരിയർ ആയിട്ട് കാണിക്കണമെങ്കിൽ അതേ ഹാർഡ്വെയർ ആണ്, മാച്ചിങ് ഹാർഡ്വെയർ ആണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി കുറച്ച് കാര്യങ്ങളിൽ ചെറിയ രീതിക്കൊന്ന് ലാഗ് അടിപ്പിക്കുക. പക്ഷേ എല്ലാ കാര്യത്തിലുമല്ല, ആൾക്കാർക്ക് പെർസീവ് ചെയ്യാനായിട്ട് വ്യത്യാസമുള്ള കാര്യങ്ങൾ. അതായത് ഇപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോ ചിലപ്പോൾ എനിക്ക് നല്ലതായിരിക്കാം, അടുത്ത ആൾക്ക് നല്ലതായിരിക്കില്ല. സോ ക്യാമറ എന്ന് പറയുന്നത് വ്യക്തിപരമായ കാര്യമാണ്. ഈ വ്യക്തിപരമായ കാര്യത്തിൽ ഞാനൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്ന് നേരത്തെ കിട്ടിയിരുന്ന ഒരു ക്യാമറ ക്വാളിറ്റിയിൽ നിന്ന് ചെറിയ രീതിക്ക് ഞാൻ ക്യാമറ ഒന്ന് ഡീഗ്രേഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും നാളും ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഔട്ട്പുട്ടിൽ നിന്നും വ്യത്യാസപ്പെട്ട ഒരു ഔട്ട്പുട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ക്യാമറ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റൂ, ക്യാമറ എന്നെ സ്ലോ ആക്കിയെന്ന് പറയാൻ പറ്റൂ? ഇല്ല. പക്ഷേ ക്യാമറ ഔട്ട്പുട്ട് ക്വാളിറ്റി മാറിയിട്ടുണ്ട് എന്നും പറഞ്ഞാൽ എനിക്ക് കമ്പനിനെ പോയിട്ട് നിങ്ങൾ എന്തിനും എൻ്റെ ക്യാമറ ഔട്ട്പുട്ട് കളഞ്ഞു എന്ന് പറയാനായിട്ട് പറ്റുമോ? ഇല്ല. കാരണം അതിനൊരു ഫിക്സഡ് സ്ട്രക്ചറില്ല. ഇങ്ങനെ ആയിരിക്കണം ഔട്ട്പുട്ട് എന്നൊരു ലെവൽ ഉണ്ടെങ്കിൽ അവർ തരുന്ന ഔട്ട്പുട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ, ഇതുമായിട്ട് വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് കമ്പനിക്കെതിരെ ഒരു കേസ് കൊടുക്കാം. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ടെംപ്ലേറ്റ് ഇല്ല, അതായത് ഇങ്ങനെ ആയിരിക്കണമെന്ന്. അതുകൊണ്ട് ക്യാമറ ക്വാളിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി എന്താ കുറഞ്ഞേ, ലാസ്റ്റ് അപ്ഡേറ്റ് വരെയും കുഴപ്പമുണ്ടായില്ലല്ലോ എന്ന് ചിന്തിച്ച് തുടങ്ങുകയും പിന്നീട് നമ്മൾ റിവ്യൂ നോക്കുമ്പോൾ ഇതിലും ബെറ്റർ ആയിട്ട് പുതിയ ഫോൺസ് ഇറങ്ങുമ്പോൾ അതിൻ്റെ ക്യാമറ ക്വാളിറ്റി മെച്ചമായിട്ടുണ്ട്. അത് സൈഡ് ബൈ സൈഡ് നമ്മൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ശരിയാണല്ലോ, നമ്മുടെ ഫോണിലും ബെറ്റർ ക്വാളിറ്റി ഇതിന് കിട്ടുന്നുണ്ടല്ലോ, എന്നാൽ പിന്നെ അപ്ഗ്രേഡ് ഓഫറൊക്കെ തരുന്നുണ്ട്, എന്നാൽ അപ്ഗ്രേഡ് ചെയ്തേക്കാല്ലേ എന്ന് പറഞ്ഞ ആൾക്കാരെ കൊണ്ട് അപ്ഗ്രേഡ് ചെയ്യിപ്പിച്ചാൽ മാത്രമേ കമ്പനീസ് പ്രോഫിറ്റബിൾ ആയിട്ട് സർവൈവ് ചെയ്യുള്ളൂ. ഇത് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമല്ല, പല സ്ഥലങ്ങളിലും യൂസർ എക്സ്പീരിയൻസിൻ്റെ പല സ്ഥലങ്ങളിലും ബുദ്ധിമുട്ടുകൾ ചെറിയ രീതിയിൽ സോഫ്റ്റ്വെയർ വഴി ഉണ്ടാക്കുമ്പോൾ ഇത്രയും നാൾ നമ്മൾ ഉപയോഗിച്ച ആ ഒരു ഫീൽ പെട്ടെന്ന് നമുക്ക് കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ എന്നാൽ പിന്നെ ഫോണൊന്ന് അപ്ഗ്രേഡ് ചെയ്തേക്കാമല്ലേ എന്ന് തോന്നിപ്പിക്കുന്നത്. ആൻഡ് 7 years ഓഫ് OS അപ്ഡേറ്റുകൾ തരുന്നു എന്ന് പറയുമ്പോൾ മേ ബി ദാറ്റ് വിൽ ബി ഓൾസോ എ പാർട്ട് ഓഫ് ദിസ് പ്രോസസ്. സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, 7 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു നല്ല കാര്യമാണോ, ഓർ ഇറ്റ് ഈസ് ജസ്റ്റ് ഒരു ഗിമിക്ക്? അതായത് ആൾക്കാർ 7 വർഷം എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുകയും എന്നാൽ ആ ഒരു 7 വർഷം കൊണ്ട് അപ്ഡേറ്റുകൾ കൊടുത്ത് ചെറിയ രീതിയിൽ ഫോണുകളിൽ വ്യത്യാസം വരുത്തിയ ആൾക്കാരെ എല്ലാ വർഷവും പുതിയ ഫോൺ അപ്ഗ്രേഡ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ടാക്ടിക്സ് ആണോ ഈ സ്മാർട്ട് ഫോൺ കമ്പനീസിൻ്റെ? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.